അമ്മൂമ്മ അമ്മൂമ്മ ഇന്ന് പോവൂ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അമ്മൂമ്മ ഇന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് വേഷ കിട്ടും. എന്തോന്ന്? അമ്മൂമ്മയ്ക്ക് അച്ഛനെ അറിയാൻ പാടാത്തോണ്ടാ. ഞങ്ങളെങ്ങനെ അച്ഛന്റെ കൈ കിട്ടിയാണ്ടല്ലോ തീർന്ന് വെറുതെ വിടൂല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എടാ, ഞാൻ 7-ാം കടലിന് അക്കരയൊന്നും അല്ലല്ലോ താമസിക്കുന്നത്. ഞാൻ നിങ്ങൾ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂറിനകം പറഞ്ഞിങ്ങെത്തും. ഞാനേ അപ്പുറത്ത് എന്താ സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് ഏത് നേരത്താണോ നിനക്കാരെ വിളിക്കാൻ തോന്നിയത്? ഇത് മനഃപൂർവ്വമാണ്. ഞാൻ ഒരു കല്യാണാലോചന കൊണ്ടുവന്നത് അവർക്ക് പിടിച്ചില്ല. അതൊന്നും അല്ലെന്നേ. അമ്മയ്ക്ക് പിള്ളേര് വിഷമിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പിള്ളേരോട് ഇഷ്ടം കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നത്. ആയിക്കോട്ടെ. ഇവിടെ തലമൂത്ത ഒരാളുണ്ടല്ലോ, എൻ്റെ അച്ഛൻ. മാമന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ കൊണ്ടുവരും. അങ്ങനെ പിള്ളേരെ എന്നെ തോപ്പിക്കണ്ട. നിങ്ങൾ ഇത് പിള്ളേരായിട്ടുള്ള വാശിയായിട്ടൊന്നും എടുക്കേണ്ട ബാലു. വിഷ്ണുവിന്റെ താല്പര്യങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പാടില്ല. അതില്ല, പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കുകയൊന്നുമില്ല. എൻ്റെ കയ്യിൽ തന്നെ നിൽക്കും. എടാ പിള്ളേരെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ അച്ഛനെയും അമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അമ്മൂമ്മ അച്ഛൻ അപ്പൂപ്പനെ കൊണ്ടുവരാൻ പോകുന്നു. പടവലത്തെ അപ്പൂപ്പനെയാ? ദൈവമേ, പണി പാളി. അപ്പൂപ്പനെ കൊണ്ട് എന്റെ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൂപ്പനോട് ഞാൻ പറഞ്ഞോളാം, തൽക്കാലം ബാലു പറയുന്ന കാര്യങ്ങളൊന്നും ചെവിക്കൊള്ളരുതെന്ന്. നിന്റെ അമ്മ എന്ത് പറയുന്നടി? അമ്മ ഇപ്പൊ അമ്മൂമ്മ പറയുന്നല്ലേ പറയും. ഇവളെന്താണ് വ്യക്തമായിട്ടൊരു തീരുമാനമില്ലാതെ 2 വള്ളത്തെ കാലി ചവിട്ടുന്നത്? നിന്റെ അമ്മ ഇനി വിളിച്ചോണ്ട് വന്നേ. ബാലു, ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒറ്റ കാര്യവും പറയരുത്. പ്രായമായിരിക്കുന്ന സ്ത്രീയാ, അവരെ വിഷമിപ്പിക്കല്ലേ കേട്ടാ. അമ്മ അമ്മൂമ്മ വിളിക്കുന്നു. എന്തിന്? അതെനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇതേടാ, വിളിച്ച ഉടനെ പോണോ? അതേ പോയിട്ട് എന്തെടുക്കായി? ബാക്കിയുള്ള പിള്ളേരോട് കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞ കേൾക്കാനാ പോണത്. പാറു, നിന്റെ അടുത്ത് പറഞ്ഞല്ലേ അമ്മയെ വിളിക്കാൻ? ഞാൻ പറഞ്ഞായിരുന്നു അമ്മൂമ്മ. എന്താടി വിളിച്ചാ വരാൻ ഇത്ര മടി? ഞാൻ വരാൻ തുടങ്ങായിരുന്നു. നീ വരണ്ടടി. നീ ഭർത്താവ് പറയുന്ന കഥയും കേട്ടോണ്ടേ ചിരിച്ചോണ്ടിരുന്നു. ഈ മാമി എന്തോന്ന് പറയണത്? മാമി വന്നപ്പോൾ എൻ്റെ ചെറുക്കൻ്റെ കല്യാണത്തിൻ്റെ വിദൂര സാധ്യത പോലെ അസ്തമിച്ചു. നിന്റെ ഈ വർത്തമാനം കാരണമാണ് ഈ പിള്ളേർ തലയെടുത്തപ്പം മുതൽ നീ പറയുന്ന ഒരു വക അനുസരിക്കാത്തത്. വേണ്ട, അനുസരിക്കണ്ട. പക്ഷെ അനുസരിക്കാത്ത ഒരൊറ്റ എണ്ണം എൻ്റെ കൂടെ ഈ വീട്ടിൽ ഇരിക്കണ്ട. വേണ്ടടാ, നീ പറഞ്ഞു വിട്ടാരെ. 5 എണ്ണത്തിനല്ല 10 എണ്ണത്തിന് സുഭിക്ഷമായിട്ട് കഴിയാനുള്ള വകയെ പടവലത്തുണ്ട്. പിള്ളേരുടെ പഠിത്തവും പിള്ളേരുടെ കല്യാണവും എല്ലാം നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ നടത്തിക്കോളാം. മാമി നൂറ്റാണ്ടുള്ള നീ നൂറ്റാണ്ടുകളോളം ജീവിച്ചോണ്ടിരിക്കും. അമ്മ എന്തൊന്ന് വർത്താനം അമ്മ പറയണത്? പിന്നെ അവൻ പറയുന്നതോ? അതെ, എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇപ്പൊ ഇവിടുത്തെ ചർച്ചാ വിഷയം ഞാനാണല്ലോ. ഞാൻ ഇവിടുന്ന് ഒഴിവായ പ്രശ്നമൊക്കെ തീരുവെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനും മടിയില്ല. നീ നില്ലടാ മോനെ, നിന്റെ കൂടെ ഞാനുണ്ട്. അയ്യോ, ഹീനാന്റെ അച്ഛയ്ക്ക് മാമിയും കൂട്ടും. നീ പോടാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ എന്തെങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ലമ്മ, അങ്ങനെ ഇരുന്നു പോയി. എടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചമ്മ. നീ എന്താ ഒന്നിനും ഒരു വ്യക്തമായ മറുപടി ഇല്ലാതെ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നേ? എനിക്ക് ഭർത്താവിനെ മോനോ ഒരേപോലെ വേണമെന്നുള്ളതുകൊണ്ട്. അമ്മ, എനിക്ക് വിഷ്ണുവിനെ ഒരു തരി പോലും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് ബാലുവിന്. അമ്മക്കറിയോ, ഈ ബാലു ഇവിടെ കിടന്ന് ചാടുമെന്ന് മാത്രമേ ഉള്ളൂ. പാറുവിനേക്കാൾ പിഞ്ച് മനസ്സാ ബാലുവിൻ്റെത്. ഈ കല്യാണ പ്രശ്നം, അതായത് വിഷ്ണുവിന്റെ കല്യാണ പ്രശ്നം തുടങ്ങിയതിന് ശേഷം മര്യാദക്ക് ഫുഡ് പോലും ബാലു ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അത് തന്നെയാണ് വിഷ്ണു. നിന്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങണെന്ന് ഞാനാ. നീ കൊച്ചിന്റെ കാര്യം പറഞ്ഞോ, പക്ഷെ ഭർത്താവിന്റെ കാര്യം പറയണ്ട. പാറുവിനേക്കാൾ പിഞ്ചു മനസ്സാണ് പോലും. ചെറുതിലെ ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നത്, അവന് പിഞ്ചു മനസ്സാന്ന്. ആ പിഞ്ചു മനസ്സുകാരൻ നിന്റെ മനസ്സിൽ കയറി പറ്റി. നിർത്തമ്മ. പറയട്ടെ. എത്തിയോ? ഇതിപ്പോ എവിടുന്ന് പൊത്തിയാടി വന്നു? ഞാൻ പല വഴി കൂടെ വരും, പക്ഷെ ആർക്കും അറിയാൻ പറ്റില്ല. അല്ല, നീ പല വഴിക്കൂടെയും പല രൂപത്തിലും വരുമെന്ന് എനിക്ക് മറ്റാരേക്കാൾ നന്നായിട്ടറിയാം. നിങ്ങൾ അമ്മ വീണ്ടും തുടങ്ങിയിരിക്കണ? അമ്മ, ഞാൻ ഇവിടെ മിണ്ടാതിരുന്നല്ലേ അമ്മ. ഞാനും അവനും തമ്മിലുള്ള പ്രശ്നം തീരണമെങ്കിലേ ഞാൻ തീരണം. എന്നാലും മാമി എന്നെ വെറുതെ വിടൂല. മാമിയുടെ പ്രേതമെങ്കിലും വന്നതിനെ ശല്യപ്പെടുന്നു. എന്റെ അമ്മൂമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കും. അമ്മൂമ്മയ്ക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? കാല് വയ്യാത്തല്ലേ, മിണ്ടായിരുന്നൂടെ അമ്മൂമ്മയ്ക്ക്? കാലുകൊണ്ടാന്ന് വർത്താനം പറയുന്നത്? കാല് വയ്യെങ്കിലും എന്ത്, മാമി ഉറഞ്ഞു തുള്ളിയേ നിൽക്കൂ. അല്ല, മാമൻ പറഞ്ഞല്ലേ, ഇത് ചോനറത്തലല്ലേ, പവറാണ്. നിനക്ക് കാല് വയ്യാണ്ട് നീ വെറുതെ നിൽക്കുന്നു, അത് ശൂലംകുടിയുടെ പവറാണ്. മാമിയെ, മാമി പല സാഹചര്യങ്ങളിലും
ഇവിടെ ഒന്ന് കലക്കി മറിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം കലക്കിയത് ഞാൻ എൻ്റെ ജമ്മത്ത് മറക്കില്ല. ആഹാ, ഇപ്പൊ അങ്ങനെ ആയോ? ഇന്നലെ നീല് വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ രണ്ടുപേരുടെ ഭയങ്കര യുദ്ധമാണ്. ഞാനേ അതുകൊണ്ടൊന്നും അല്ല വന്നത്. ഇന്നലെ വിഷ്ണു വിളിച്ച് എന്നോട് സങ്കടം പറഞ്ഞു. അതുകൊണ്ടാ വയ്യാത്ത കാലം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിഷ്ണുവേ, വിഷ്ണു ഇങ്ങോട്ട് വേടാ. ഡേ നിന്റെ അമ്മ പറയണത് നീ ഇനി തൊട്ട് പടവിൽ തിന്നാ മതി എന്ന്. ഇതോടാ വാടിച്ച് വെക്കടാ. കാര്യം പറ അമ്മൂമ്മ. എടാ നിനക്ക് എന്താണ് ഇറക്കാ? എടാ നിന്റെ പേരും പറഞ്ഞല്ലേ ഇവിടെ ഇത്രയും യുദ്ധം നടക്കുന്നത്. എന്നിട്ട് നീ പിന്നെ മുറി കട അടച്ചിരിക്കുവാന്നോ? ആ അതങ്ങനെ തന്നെ ശീലിച്ചു പോയി. പണ്ട് ഇവൻ പിള്ളേരായിട്ട് ഇവിടെ കിടന്ന വഴക്കുണ്ടാക്കും. ഉടനെ നീലു പറയും, മക്കളെ വിഷ്ണു മക്കൾ പോയിച്ചൊന്നും മുറിക്കാതിരിക്കടാ, ഇവരുമായിട്ട് കളിക്കല്ലേ എന്ന് പറയും. അത് അങ്ങനെ പോയി 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 വലുതായപ്പോഴും അങ്ങനെ തന്നെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോയിച്ചൊന്ന് റൂമിനടുത്ത് കഥ അടച്ചിരിക്കും. അയ്യോ ഇനിയിപ്പോൾ മാറ്റാൻ പറ്റൂല. നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നത്തിലെ വെറുതെ എന്നെ വലിച്ചടക്കല്ലേ കേട്ടാ. കൊറേ ഞാൻ ക്ഷമിക്കണത്. അച്ഛനോട് മോനാണെന്ന് ഞാൻ നോക്കില്ല. നീ എവിടെ പോ? ഇവിടെ അല്ലേ? അമ്മയുടെ കൺട്രോൾ പോയി തുടങ്ങി. എടാ വിഷ്ണു, നിനക്ക് എപ്പോഴായാലും ഒരു കല്യാണം കഴിക്കണം. അതിപ്പോഴായാലും എന്താ കുഴപ്പം? അച്ഛൻ പറയുന്ന പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കല്യാണം കഴിച്ചോണം. അങ്ങനെ മാമി റൂട്ടിൽ വന്നു. പറടാ കല്യാണം കഴിക്കാന്ന്. അപ്പൊ അമ്മൂമ്മ എന്നെ കൈ ഒഴിഞ്ഞാ? എടാ നിനക്കെന്താടാ കല്യാണം കഴിച്ചാലേ? എടാ ഇവനെന്താ ഇങ്ങനെ? അമ്മ അത്